അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് നിർവഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 191 അടി ഉയരത്തിലുള്ള ഗോപുരത്തിലാണ് പ്രധാനമന്ത്രി പതാക ഉയർത്തിയത്. നൂറ്റാണ്ടുകളായുള്ള മുറിവുണങ്ങിയെന്നാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നതിനിടെ പറഞ്ഞത്. आज उस यज्ञ की पूर्णाहुति है जिसकी अग्नि 500 वर्ष तक प्रज्वलित रही. जो यज्ञ एक पल भी आस्था से डिगा नहीं, एक पल भी विश्वास से टूटा नहीं. आज भगवान श्री राम के गर्भगृह की अनंत ऊर्जा, श्री राम परिवार का दिव्य प्रताप इस धर्म ध्वजा के रूप में इस दिव्यतम भव्यतम मंदिर में प्रतिष्ठापित हुआ है. और साथियों, ये धर्म ध्वजा केवल एक ध्वजा नहीं, ये भारतीय सभ्यता के पुनर्जागरण का ध्वज है. ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി ആരതി ഒഴിഞ്ഞ ശേഷമാണ് പ്രധാനമന്ത്രി ധ്വജാരോഹണത്തിന് എത്തിയത്. ധ്വജാരോഹണ ചടങ്ങുകൾക്ക് മുൻപായി അയോധ്യയിൽ പ്രധാനമന്ത്രി റോഡ് ഷോയും നടത്തിയിരുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. രഞ്ജിത്ത്, അയോധ്യയിൽ ധ്വജാരോഹണം കഴിഞ്ഞിരിക്കുന്നു. പതിറ്റാണ്ടുകളായുള്ള ബിജെപിയുടെ പ്രകടന പത്രികയിലെ പ്രധാന കാര്യമായിരുന്നു ഇത്തരത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരും എന്നുള്ളത്. അതിപ്പോൾ പൂർണ്ണമായ തരത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ബിജെപിയുടെയും RSSന്റെയും ഒക്കെ അഭിമാന നിമിഷമാണ് അല്പസമയം മുൻപ് കഴിഞ്ഞത്. പതിറ്റാണ്ടുകളായുള്ള ആവശ്യം പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? തീർച്ചയായും ഭവ്യ 11 അടി ഉയരത്തിൽ 20 അടി വീതിയിൽ ഉള്ള പതാക അതിപ്പോൾ അയോധ്യ മന്ദിരത്തിന്റെ മുകളിൽ പാറി പറക്കുകയാണ്. ഏതാണ്ട് 5 വർഷം നീണ്ട കാത്തിരിപ്പ്, അതായത് ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കാത്തിരിപ്പായിരുന്നു രാമഭക്തനുടേത്. എന്റെ തൊട്ടു പുറകിൽ കാണാം ആ ധ്വജം ഇങ്ങനെ പറക്കുന്നത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു ധ്വജാരോഹണം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട ചടങ്ങുകൾക്കൊടുവിലാണ് പ്രധാനമന്ത്രി ധ്വജാരോഹണം നടത്തിയത്. RSSന്റെ സർവ്വസംഘചാലക് മോഹൻ ഭാഗവതും അതിന്റെ ഭാഗമായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഇത് ഭാരതത്തിന്റെ ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും പുനരുജ്ജീവനത്തിന്റെയും ഒക്കെ പ്രതീകമാണ് ഈ പതാക എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു. 500 വർഷമായി രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന നിരവധിയായ കാര്യങ്ങൾ, 96 മുതൽ നടന്ന നിയമ പോരാട്ടങ്ങൾ, അതിനുശേഷം ഉണ്ടായ കോടതി വിധി, അവിടെ
2020 ഇതുമായി ബന്ധപ്പെട്ടുള്ള രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നു. 2024 പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അതിനുശേഷം കൃത്യം 1 വർഷവും 9 മാസവും കഴിയുമ്പോൾ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നു. അതിന്റെ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നടത്തിയത് മോഹൻ ഭാഗവതും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നാണെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിയും മോഹൻ ഭാഗവതും ചേർന്ന് ധ്വജാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിനുശേഷം അദ്ദേഹം 7000-ഓളം ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. മോഹൻ ഭാഗവത് പറഞ്ഞത് ഇവിടെ ജീവൻ ബലിയർപ്പിച്ച നിരവധി ആളുകളുടെ ആത്മാക്കൾക്കുള്ള ശാന്തി കൂടിയാണ് അതാണ് ഉയർന്നു പറക്കുന്നത് എന്നാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി ആകട്ടെ ഭാരതത്തിന്റെ ഐശ്വര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പതാകയായി ഇനിയുള്ള വർഷങ്ങളിൽ ഭാരതം മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമായി ഈ പതാകയെ കാണണം എന്ന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. അതിന് മുൻപ് ഏതാണ്ട് കൃത്യം 10 മണിയോടെയാണ് അയോധ്യയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. ഇതിന് തൊട്ട് മുൻപുള്ള 3 കിലോമീറ്റർ അപ്പുറത്തുള്ള സാകേത് കോളേജിൽ തയ്യാറാക്കിയ പ്രത്യേക ഹെലിപാഡിൽ പ്രധാനമന്ത്രി ഇറങ്ങുകയായിരുന്നു. പിന്നീട് 2.5 കിലോമീറ്ററോളം റോഡ് ഷോ നടത്തി അദ്ദേഹം രാമക്ഷേത്രത്തിലെത്തി. അതിനുശേഷം ആദ്യം നടത്തിയത് സപ്ത മന്ദിർ ദർശനമാണ്. ഈ ഉപക്ഷേത്രങ്ങളായ സപ്ത മന്ദിറിൽ ദർശനം നടത്തി. അതിനുശേഷം രണ്ടാമത്തെ നിലയിൽ രാമന്റെ കുടുംബാംഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പ്രത്യേക പൂജയും വഴിപാടുകളും ദർശനവും നടത്തി. അതിനുശേഷം രാംലല്ലയെ കണ്ട് തൊഴുതു മടങ്ങിയ പ്രധാനമന്ത്രിയാണ് പിന്നീട് 11:48 ശേഷമുള്ള ശുഭ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഈ ധ്വജാരോഹണം നടത്തിയത്. നമുക്കറിയാം 3 വർഷത്തോളം ആയുസ് പറഞ്ഞിട്ടുള്ള ധ്വജമാണ് ഉയർന്നിട്ടുള്ളത്. ഏത് കാറ്റിനെയും കോളിനെയും പ്രതിരോധിക്കും. 200 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിച്ചാൽ പോലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാത്ത പതാകയാണ്. ഇതിന് പ്രത്യേക റിമോട്ട് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അതിനുള്ള സംവിധാനവും സാങ്കേതിക വിദഗ്ധരുമൊക്കെ അവിടെയുണ്ട്. 3 വർഷത്തിന് ശേഷം ഈ പതാക മാറ്റേണ്ടി വന്നാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിദഗ്ധരായ ആളുകൾ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ധ്വജം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു രാജ്യത്തെ ഒരു ക്ഷേത്രത്തിന് മുകളിൽ ഉയരുന്ന ഇത്രയധികം പ്രത്യേകത ഉള്ള മറ്റൊരു ധ്വജം അത് ഉണ്ടാവില്ല. 191 അടി പൊക്കത്തിൽ അതിനുശേഷം 10 അടി ഉയരത്തിലാണ് ഈ പതാക ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നേരത്തെ ഭവ്യ പറഞ്ഞതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം UPയിലെ യോഗി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നിമിഷം എന്നവർ പറയുന്ന ഒന്നാണ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിലുള്ള ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. 3 നിലകളും ഇപ്പോൾ പ്രവർത്തന സജ്ജം അത്തരത്തിൽ സജ്ജമായിരിക്കുന്ന സാഹചര്യം ഉണ്ട്. ഏറ്റവും ഒടുവിൽ നാളെ 2026 തീയതി മുതൽ പൂർണ്ണമായും ഭക്തർക്കായി ക്ഷേത്രം ദർശനത്തിനായി തുറന്നു കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ നിയന്ത്രണങ്ങൾ അല്പസമയം കൂടി തുടരും എന്ന് വേണം കരുതാൻ. അതിനുശേഷം നാളെ മുതൽ ക്ഷേത്രം പൂർണ്ണമായും ഭക്തർക്കായി തുറന്നു കൊടുക്കുകയും ഭക്തരുടെ ഒരു പ്രവാഹം ഇങ്ങോട്ട് പ്രതീക്ഷിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇന്ന് കുറെ സമയം ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ഇവിടെ വലിയ ഗതാഗത ക്രമീകരണങ്ങളും റെസ്ട്രിക്ഷൻസും ആയിരുന്നു. അത് പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ചായിരുന്നു. വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഒരു 3 ടയർ സുരക്ഷാ സംവിധാനമടക്കം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട് നോക്കിക്കാണാൻ. ഏതായാലും വലിയ ഭക്തജന പങ്കാളിത്തം വരും ദിവസങ്ങളിലും ക്ഷേത്രത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു. 3 മണിക്കൂറോളം പ്രധാനമന്ത്രി ഇവിടെ ചിലവഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് പ്രധാനമന്ത്രിയും മോഹൻ ഭാഗവതും ചേർന്ന് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുവേദി പങ്കിടുന്ന ആദ്യ ഒരു ചടങ്ങായി കൂടി അയോധ്യയിലെ ഈ ധ്വജാരോഹണ ചടങ്ങ് മാറി എന്നുള്ളതാണ്. ഭവ്യ. രഞ്ജിത്ത് രാമചന്ദ്രനാണ് അയോധ്യയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ.